തുരപ്പം പണി നടത്തുന്ന ആരും ഈ കസാലയിൽ ഇരുത്തില്ല. അതൊക്കെ ബാക്കിയുള്ള മേൽക്കോടതിയിൽ പറഞ്ഞോളാം. ആരും ഒപ്പിട്ടവരാരാ? ഞങ്ങളാണോ? ഒപ്പിട്ട് ആദ്യത്തെ ഒരു കോട്ടയും വാങ്ങി. അതെന്താ തടസ്സം തടഞ്ഞു വയ്ക്കാൻ കാരണം എന്തായിരുന്നു? SSA ഇതിൽ ഒപ്പിടാണ്ട് തരില്ല എന്ന് പറഞ്ഞു. വേഗം പോയിട്ട് ഒപ്പിട്ടു. മാത്രമല്ല ഞാൻ പറയാം, തലയിൽ കൊണ്ടിട്ടല്ലേ പോയിട്ട് ഒപ്പിട്ടെ. ക്യാബിനറ്റ് യോഗത്തിൽ മന്ത്രി രാജ്യം ചോദിക്കുകയാണ് അന്ന്, ഒപ്പിട്ടോ, നമുക്ക് പിന്നെ ആലോചിക്കാം. ഇതങ്ങനെ ഞങ്ങൾ കൂട്ടായി തീരുമാനം എടുത്തു. ആ തീരുമാനം ഞങ്ങൾ നടപ്പാക്കുന്നു. ഒപ്പിട്ട സ്ഥിതിക്ക് എനിക്ക് പിന്മാറാൻ നിവർത്തിയില്ല. അതുകൊണ്ട് പക്ഷേ സിലബസ് നിർണയത്തിലൊക്കെ ശക്തമായിട്ടുള്ള തീരുമാനം കേരള ഗവൺമെൻറ് ഉണ്ട്. പഠിപ്പിക്കേണ്ട എന്ന് കേന്ദ്രം പറഞ്ഞാൽ പഠിപ്പിക്കേണ്ട വിഷയമാണെങ്കിൽ പഠിപ്പിക്കും. അതിൽ മുഗൾ സാമ്രാജ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. സുപ്രീം കോടതിയിൽ പോലും കേരളം ഈ വിഷയം ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന് അറിയിക്കുന്ന ഒരു സാഹചര്യം, കേന്ദ്രം പോലും അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. KM ഷാജി ഒരു സ്റ്റേറ്റ്മെന്റ് കടന്ന് കളിക്കുന്നു. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒപ്പിട്ടൊരു വിഷയത്തിൽ പുറകോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇത് ക്യാബിനറ്റ് തീരുമാനമാണ്. ഞാൻ ക്യാബിനറ്റിലെ അംഗമാണ്. ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. പാർട്ടി മുന്നണി മാത്രമല്ല, ഗവൺമെന്റ് തീരുമാനം എടുത്താൽ ആ ഗവൺമെന്റ് തീരുമാനത്തിൽ നിന്നും മന്ത്രിമാർക്ക് പുറകോട്ട് പോകാൻ സാധ്യമല്ല. ഞങ്ങൾ ആലോചിച്ച് മണിക്കൂറുകൾ ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്. ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി മുന്നോട്ട് പോകാതെ നിവർത്തിയില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളിലും സുതാര്യമായിട്ടുള്ള സമീപനം ഞങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞാൽ പഠിപ്പിക്കേണ്ട വിഷയം തീരുമാനിക്കുന്ന ഞങ്ങളാണ്. ഏത് വിദ്യാലയം തിരഞ്ഞെടുക്കണം തീരുമാനിക്കുന്ന ഞങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട്. ശിവൻകുട്ടി പറഞ്ഞ ഇപ്പൊ ഒഴുങ്ങി. ശിവൻകുട്ടിയാ പോയിട്ട് ഒപ്പിട്ടെ. അല്ല ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒപ്പിട്ടത് ഫൈനലാണ്. അല്ല ആരും ഒരു മാറ്റം വരുത്താൻ കഴിയില്ല. സംസ്ഥാനത്തെ ചില സ്വകാര്യ ആശുപത്രികളിൽ EDയുടെ പരിശോധന നടക്കട്ടെ, നടന്നിട്ട് അതിന്റെ റിപ്പോർട്ട് കിട്ടട്ടെ, പരിശോധിക്കാം. സമരം നടത്തുന്ന അവിടെ ആൾക്കാർ സമരം നടത്തുന്നവരുടെ കാര്യങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് സാധാരണക്കാരുടെ ഒരു രോഗിയുടെ ചികിത്സയ്ക്ക് ഫലപ്രദമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ വകുപ്പിന് മാറി നിൽക്കാൻ കഴിയില്ല. എന്നാൽ അതുപോലെ തന്നെ നഴ്സുമാരുടെ കാര്യങ്ങൾ ഗവൺമെന്റ് പരിഗണനയിലുണ്ട്. അതിൽ വൃത്തിഹീനമായിട്ടുള്ള തട്ടുകടകൾ പൂട്ടിയേ തീരൂ. ഇതുവരെ അതിൽ സാറ്റിസ്ഫാക്ടറി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എല്ലായിടത്തും പോകുമ്പോഴും നോക്കാറുണ്ട്. തട്ടുകട ഞാൻ എൻ്റെ രീതിയിലൊന്ന് പരിശോധിക്കാറുണ്ട്. അത് പ്രകാരം ഇപ്പോഴും ചിലയിടത്ത് വൃത്തിഹീനമായിട്ടുള്ള തട്ടുകടകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പുതിയ കമ്മീഷണറോട് പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായും നടപടിയെടുക്കണം. പിന്നെ ചില ഹോട്ടലുകളിൽ ചൂടുവെള്ളത്തിൻ്റെ കൂടെ പച്ചവെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇന്നൊരു നിർദ്ദേശം കൂടെ കൊടുത്തിട്ടുണ്ട്, മിനറൽ വാട്ടറും പരിശോധിക്കണം. അതിലും തട്ടിപ്പുണ്ട്. സിറിഞ്ച് വെച്ച് കയറ്റുന്ന സമ്പ്രദായം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കണ്ടാൽ മിനറൽ വാട്ടർ കുടിക്കുമ്പോൾ എനിക്കും സംതൃപ്തി, നിങ്ങൾക്കും സംതൃപ്തി. പക്ഷേ സാധാരണ വെറും പച്ചവെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളും നമുക്കുണ്ടാവും.